നമസ്കാരം. ഇന്ന് സന്ധ്യ സ്പീക്കിങ്ങിൽ ഡീൽ ചെയ്യുന്ന ഒരു ടോപ്പിക്ക് ഡ്രഗ്സാണ്. എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പേപ്പർ തുറന്നാൽ കിട്ടുന്ന അത് മാത്രമേ ഉള്ളൂ. കൗമാരക്കാരുടെ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളും ലഹരിക്ക് അടിമപ്പെടുന്ന ഈ പുതുതലമുറയും അങ്ങനെ ഒരു ആവശ്യത്തിൽ കൂടുതൽ പൊലിപ്പിച്ച് കാണുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. എന്ന് മാത്രമല്ല, അടുത്തിടയ്ക്ക് നമ്മുടെ സിംഗം എന്നറിയപ്പെടുന്ന എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് പറയുകയുണ്ടായി, ഈ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളം മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിലും അതിൻ്റെ വിപണനത്തിൽ അല്ലെങ്കിൽ വ്യാപാരത്തിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കും, 1ാം സ്ഥാനത്തെത്തും എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ ഉൾപ്പെടുന്ന മാതാപിതാക്കൾക്ക് ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിനെതിരായിട്ട് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നൊരു സാധാരണക്കാരിയുടെ അന്വേഷണമായിരുന്നു എനിക്ക്. ആ അന്വേഷണം എന്താണെങ്കിലും നല്ലൊരു മനുഷ്യൻ്റെ അടുത്ത് ആണ് കൊണ്ട് ചെന്ന് എത്തിച്ചത്. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറും ഒരു ഇൻ്റർനാഷണൽ ട്രെയിനർ കൂടിയായ ശ്രീ ഫ്രാൻസിസ് മൂത്തേടൻ്റെ അടുത്താണ് ഞാൻ എത്തിപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഇതിനെക്കുറിച്ചിട്ടുള്ള ഈ ഡ്രഗ്സ്, അതിൻ്റെ അഡിക്ഷൻ, പിന്നെ ഡി അഡിക്ഷൻ, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിശദമായി സംസാരിക്കാൻ ഒരു അവസരം അദ്ദേഹം തന്നു. അദ്ദേഹം അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വിവരം എന്നെപ്പോലെയുള്ള ഒരു സാധാരണക്കാരിക്ക് പകർന്നു നൽകുകയും ചെയ്തു. അപ്പോൾ ഈ എപ്പിസോഡ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം, വൈ ഡ്രഗ്സ്? കാരണം വേറൊന്നുമല്ല, കുറച്ച് പേരിൽ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ, എല്ലാവരും ഇതിലേക്ക് അങ്ങ് ആകൃഷ്ടരാകുന്നില്ലല്ലോ. അപ്പോൾ എന്താണ് ഇതിനുള്ളൊരു കാരണം? തിരിച്ചിങ്ങോട്ട് വേറൊരു ചോദ്യമായിരുന്നു, പ്രണയം എന്തിനാണ്? സെക്സ് എന്തിനാണ്? സുഖാനുഭൂതി. നമ്മുടെ തലച്ചോറിൽ സ്റ്റെം, കോർട്ടെക്സ്, ദെൻ ലിംബിക് ഏരിയ, ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലഹരി അല്ലെങ്കിൽ ഡ്രഗ്സ് അഫക്റ്റഡ് ആവുന്നത്. അപ്പോൾ ഈ ലിംബിക് ഏരിയയിൽ റിവാർഡ് പാത്വേസ്, അതായത് നമ്മളുടെ സന്ദേശങ്ങൾ, ശരീരവും തലച്ചോറും തമ്മിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഏരിയയിൽ ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുന്നുണ്ട് ഡ്രഗ്സ്. ബാക്കിയുള്ള കാര്യങ്ങളിലാണെങ്കിൽ സന്തോഷം കിട്ടുമ്പോഴും നമുക്ക് അവിടെ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രണയം, രതി, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരുടെ സാമീപ്യം, ഈ സമയത്തൊക്കെ നമുക്കൊരു തരം സുഖാനുഭൂതി ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖാനുഭൂതിയേക്കാൾ 10 മടങ്ങ് സുഖാനുഭൂതിയാണ് ഡ്രഗ്സ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡ്രഗ്സിനോടുള്ള പ്രതിപത്തി കൂടുന്നത്. പക്ഷെ അപ്പോൾ ഇവിടെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പ്രണയം, രതി അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കൽ, ഇതൊന്നും അക്രമാസക്തമല്ലല്ലോ. പക്ഷേ ലഹരി അല്ലെങ്കിൽ ഡ്രഗ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് അക്രമാസക്തമാവുന്നുണ്ടല്ലോ. ഇപ്പോൾ അടുത്തിടയ്ക്ക് കോളിളക്കം സൃഷ്ടിച്ച ഒരു നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതകം ഉണ്ടായിരുന്നു. പിന്നെ ഈ ആലുവയ്ക്കടുത്ത് വാഹന മോഷണ പരമ്പര, അതിൽ അണ്ടർ ഏജ്ഡ് ജുവനൈൽ ആണ് അതിൻ്റെ സൂത്രധാരൻ. പിടിയിലായ പ്രതികൾ എല്ലാവരും തന്നെ ചെറുപ്പക്കാരാണ്, 18-നും 22-നും മധ്യേ പ്രായമുള്ളവരും. അപ്പോൾ ഈ ആക്രമണ ഉത്സുകത ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിനും വളരെ കൃത്യമായ ഒരു ഉത്തരമായിരുന്നു. ആക്രമണ ഉത്സുകത ഈ പറയുന്ന ഡ്രഗ് അഡിക്ട്സിൽ ഉണ്ടാവുന്നത് ആക്രമിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരേ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തും കാണിക്കും, അതാണ് അവിടുത്തെ ഒരു മാനസികാവസ്ഥ. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു പ്രശ്നം കൂടെയുണ്ട്. ഇപ്പോൾ ഈ പ്രണയം ആക്രമണ ഉത്സുകത സൃഷ്ടിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രണയത്തിന് വേണ്ടിയിട്ട്, തൻ്റെ പ്രണയ സാക്ഷാത്കാരത്തിനായി ഒരു ചെറിയ പയ്യൻ അവൻ്റെ അമ്മയുടെ കുളിസീൻ വരെ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം പിടുങ്ങിയ സംഭവം അമ്മയെ ഒപ്പം നിർത്തുകയും ചെയ്തു പ്രണയ സാക്ഷാത്കാരത്തിനായിട്ട്. അതായത് അവൻ ആ പ്രണയത്തിൽ അഡിക്റ്റഡ് ആയിരുന്നു. അപ്പോൾ എന്തും, ലഹരിയാണെങ്കിലും ഡ്രഗ്സ് ആണെങ്കിലും പ്രണയമാണെങ്കിലും എന്തും അഡിക്ഷൻ എന്നുള്ള ആ സിറ്റുവേഷനിൽ വരുമ്പോഴാണ് പ്രശ്നക്കാരാകുന്നത്. അപ്പോൾ ഈ അഡിക്ഷനെ ഞാൻ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരുതരം സ്വഭാവ വൈചിത്രം, അത് തലച്ചോറിനെ ബാധിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയ്ക്ക് ശരിയായ രീതിയിലുള്ള ഒരു ചികിത്സയാണ് ആവശ്യം എന്ന് പറഞ്ഞു വരികയാണ്. ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാർ അഡിക്ഷനൊന്നും ഇല്ലാതെയാണല്ലോ വളരെ ഭീകരമായ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ മാത്രം കുറ്റകൃത്യങ്ങൾ പർവ്വതീകരിക്കപ്പെടുന്നുണ്ട്, ഈ അഡിക്ട്സിൻ്റെ കുറ്റകൃത്യങ്ങൾ. അപ്പോൾ അതിന് ചികിത്സ വേണം എന്നാണ് എനിക്ക് കിട്ടിയ വിദഗ്ധോപദേശം. അപ്പോഴും
വേറൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അതായത് ഈ ഡ്രഗ്സിൻ്റെ പേരിൽ ഡ്രഗ്സിന് അടിപ്പെട്ട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അതിനെ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭ്രാന്തിൻ്റെ ആനുകൂല്യം നൽകി വിട്ടയക്കുമോ എന്നെനിക്കൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ അതിനും ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ് കിട്ടിയത്. അതൊരിക്കലുമില്ല. കുറ്റത്തിനെ ഡീൽ ചെയ്യുന്നത് ജുഡീഷ്യറി തന്നെയാണ്. അത് അതിൻ്റേതായ രീതിയിൽ നടന്നു പോയിക്കോളും. പക്ഷേ ഈ ഡിസോർഡർ അതിനെ ചികിത്സിക്കുക തന്നെ വേണം. അതല്ലാതെ ഇത് ചികിത്സിക്കാതെ മൂടി വയ്ക്കുന്നത് ഒരു കാരണവശാലും വാഞ്ചനീയമല്ല. കാരണം അത് ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഭാവിയിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെയും കടമ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നത് അതിലും ചിന്തിപ്പിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്ന കാരണങ്ങളാണ്. ഒരുപാട് സംഘടനകൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് കണ്ടുപിടുത്തങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ 60% ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, അതായത് പാരമ്പര്യം, 40% എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതായത് സാഹചര്യങ്ങൾ. പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യാ പ്രവണത, മാനസികമായ വൈകല്യങ്ങൾ, അപസ്മാരം, ഇതൊക്കെ പാരമ്പര്യത്തിൽ പെടും. എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മളുടെ സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ. ഇപ്പോൾ ഈ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് അസസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 3 തലമുറയെ കണക്കിലെടുത്തിട്ട് ആ ഫാക്ടേഴ്സിനെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് അനലൈസ് ചെയ്യുന്നത്. അവിടെ ഒരു ചോദ്യം വരും, ഇന്നയാളുടെ മകൻ, ഇന്നയാൾ ഭയങ്കര കുടിയനാണ്, പക്ഷെ അയാളുടെ മകൻ കുടിക്കുന്നില്ലല്ലോ. ശരിയാണ്, കുടിക്കുന്നില്ല എന്നുള്ളതല്ല അവിടെ പ്രശ്നം. അയാൾ കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കുടിയോ അല്ലെങ്കിൽ ഡ്രഗ്സോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൾണറബിലിറ്റി ഫാക്ടേഴ്സ്, അതായത് അയാൾക്ക് പിന്നെ ഒരു അഡിക്ഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ആ ഒരു ക്രേവിങ് അത് കൂടി വരും. കാരണം അയാൾക്ക് 60% ഓൾറെഡി ചാൻസ് ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതാണ് ഹെറിഡിറ്ററി ഫാക്ടേഴ്സിൻ്റെ പ്രശ്നം. അപ്പോൾ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഉള്ളവർ ഈ 40% കറക്റ്റായി തന്നെ പോയി കഴിഞ്ഞാൽ, 40%ൽ ശരിയായ ഒരു മാർഗ്ഗനിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ, എൻവയൺമെൻറ്റ് ചുറ്റുപാട് നമ്മളുടെ സാഹചര്യം ശരിയായി കഴിഞ്ഞാൽ ഈ 60%നെ ഓവർകം ചെയ്യാൻ പറ്റും. അതല്ലാത്തവർക്കാണ് പ്രശ്നങ്ങൾ വരുന്നത്. അടുത്ത ചോദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത്. ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി വളരെയധികം ചിന്തിപ്പിക്കാൻ ഉതകുന്നതായിരുന്നു. ആദ്യത്തെ കൾപ്രിറ്റ്, കുട്ടികളെ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലാക്കുന്ന ആദ്യത്തെ കൾപ്രിറ്റ്സ് മാതാപിതാക്കൾ, രണ്ടാമത്തേത് അധ്യാപകർ, മൂന്നാമത്തേത് ധ്യാനഗുരുക്കന്മാരും മതപ്രഭാഷകരും. അപ്പോൾ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ അമിത പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ കുട്ടികളെ കൊണ്ട് എത്തിക്കുന്നത്. അവർ ഇംഗ്ലീഷ് മീഡിയം മാത്രമാണ് പഠിക്കാൻ പറ്റിയ സ്ഥലം എന്നുള്ളൊരു ചിന്താഗതിയിൽ അവരെ കൊണ്ട് എടുക്കാൻ വയ്യാത്ത CBSE ICSE സിലബസുകളൊക്കെ എടുപ്പിച്ച് അവരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കും. ഈ പ്രതീക്ഷയ്ക്കകത്ത് കുട്ടി ഉയരാതെ വരുമ്പോൾ തൻ്റെ ദേഷ്യവും നിരാശയും സങ്കടവും ഒക്കെ അവൻ്റെ പുറത്ത് കുട്ടി ഏൽപ്പിക്കുന്നു. അപ്പോൾ കുട്ടിയിൽ അത് വല്ലാത്ത മാനസിക സംഘർഷമാണ് ഉണ്ടാകുന്നത്. പിന്നെ കുട്ടിയുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ, കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+ വേണ്ടി മാത്രം ജനിച്ചതാണ്. അപ്പോൾ ഈ A+ലേക്ക് കുട്ടി എത്താത്തിടത്തോളം കാലം പേരൻസിൻ്റെ ഫ്രസ്ട്രേഷൻസ് കൂടുകയാണ്. അവർ നേരെ അധ്യാപകരുടെ നേരെ തട്ടിക്കയറാൻ തുടങ്ങും. ഇതെല്ലാം ഈ കുട്ടിയെ വല്ലാത്തൊരു സംഘർഷത്തിലേക്കാണ് കൊണ്ട് ചെന്നെത്തിക്കുന്നത്. വൈരുദ്ധ്യങ്ങളാണ് അവൻ്റെ മുന്നിൽ കാണുന്നത്. ഇതിൽ രണ്ടാമത്തെ കൾപ്രിറ്റായിട്ട് പറയുന്നത് അധ്യാപകർ. അപ്പോൾ കുട്ടി A+ എത്തിയില്ലെങ്കിൽ പേരൻസ് വന്ന് ആദ്യം ചോദ്യം ചെയ്യുന്നത്, കയർക്കുന്നത് ഈ അധ്യാപകരോടാണ്. അപ്പോൾ പേരൻസിൻ്റെ ഫ്രസ്ട്രേഷൻ ഈ അധ്യാപകരിലൂടെ പിന്നെയും കുട്ടിയിൽ തന്നെയാണ് ചെന്ന് എത്തുന്നത്. പക്ഷേ അധ്യാപകരുടെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കിയാലോ, അവർക്ക് ഒരു മാനവികതയുടെ പാഠങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്നുണ്ടോ? സയൻസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സാമൂഹിക പാഠങ്ങളും അല്ലെങ്കിൽ മാനവിക വിഷയങ്ങളും എല്ലാം തന്നെ നെഗ്ലക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപകർ ശരിക്കും വാർത്തെടുക്കുന്നത് വെറും മെഷീൻസിന് മാത്രമാണ്. സയൻസ് മാത്രം പഠിക്കുക, അങ്ങനെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു തലമുറയാണ് വരുന്നത്. പക്ഷേ അവിടെയും പ്രശ്നം വരുന്നുണ്ട്. ഈ സയൻസ് മാത്രം പഠിപ്പിക്കുക അത് അധ്യാപകൻ്റെ ഒരു ബാധ്യതയായി തീർന്നതുകൊണ്ടാണ്. അല്ലാണ്ട് അതിന് ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ സിലബസിനനുസരിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇത് പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. ആ സിസ്റ്റമാണ് ചേഞ്ച് ചെയ്യപ്പെടേണ്ടത്. അല്ലാതെ ഈ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഇന്ന പ്രശ്നങ്ങൾ കൊണ്ട് അധ്യാപകർ കൾപ്രിറ്റ്സ് എന്ന് പറയുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിക്കാൻ പറ്റില്ല. മൂന്നാമത്തെ കൾപ്രിറ്റ്സ് മത നേതാക്കളും ധ്യാന ഗുരുക്കന്മാരും. അപ്പോൾ കുട്ടികളിങ്ങനെ
എന്താ പറയുക, മാനുഷിക മൂല്യങ്ങളൊന്നും ഇല്ലാതെ സയൻസ് മാത്രം പഠിച്ച് അങ്ങനെ ഒരു ഫോക്കസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോകുന്ന അവർ ശരിക്കും പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങളുടെ ഇടയ്ക്ക് ഇങ്ങനെ കിടന്ന് നട്ടം തിരിയാണ്. അപ്പോഴാണ് ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്ന ആൾ ദൈവങ്ങളുടെ അടുത്തേക്ക് ഇവർ ആകൃഷ്ടരാകുന്നത്. അവരാണെങ്കിൽ എന്താ ചെയ്യുന്നത്, പാപബോധവും കുറ്റബോധവും ഒക്കെ മനസ്സിൽ കുത്തി നിറച്ചിട്ട് അവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് മോക്ഷം തരാം എന്നുള്ളൊരു ആശ്വാസവും കൊടുക്കും. പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല. ഇവന് മനസ്സിലെ ആശ്വാസമൊന്നും അല്ല കിട്ടുന്നത്. അപ്പോൾ ഈ പാപബോധവും കുറ്റബോധവും ഇവൻ്റെ മനസ്സിൽ പിന്നെയും കോൺഫ്ലിക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഈ വളർച്ചയുടെ പ്രായത്തിൽ ഒരു മഞ്ഞ പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ പോണോഗ്രാഫിക് സീൻസ് കണ്ടു എന്ന് വെച്ചിട്ട് അവനെ ഏറ്റവും വലിയ കുറ്റവാളി അല്ലെങ്കിൽ ഏറ്റവും വലിയ വഷളൻ എന്ന് ബ്രാൻഡഡ് ആക്കുന്ന ഒരു രീതിയല്ലേ നമ്മളുടെ സമൂഹത്തിലുള്ളത്. ഇതൊക്കെ വളർച്ചയുടെ ഒരു സ്വാഭാവികമായ പരിണതിയായി കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ, ഇങ്ങനത്തെ വൈരുദ്ധ്യങ്ങളാണ് ഈ കുട്ടിയെ വളരെയധികം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വളരെയധികം പ്രഷറൈസ് ചെയ്ത് വേറെ തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ആശ്വാസമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ബാധ്യസ്ഥരാക്കുന്നത്. ഇതാണ് എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്. നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സിനെ എങ്ങനെയെല്ലാം നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും എന്ന്. അദ്ദേഹം ഒരു പോയിന്റ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത് എല്ലാ ആധ്യാത്മിക മത നേതാക്കൾ ഇങ്ങനെയുള്ളവരും ആണെന്ന് അദ്ദേഹത്തിന് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ കുറച്ചു പേര് മതം എന്നുള്ളതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ എടുക്കുന്നില്ല, അതിനെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഒരു സങ്കുചിതമായ ചിന്താഗതിയിലാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതിൽ പെട്ടുപോകുന്നവരാണ് ഒരു പക്ഷേ, അല്ലെങ്കിൽ ഒരു മെൻ്റൽ വൾണറബിലിറ്റി ഉള്ളവരാണ്, അല്ലെങ്കിൽ കുറച്ച് എക്സെൻട്രിക് ആയിട്ട് ചിന്തിക്കുന്നവർ. ഇവരൊക്കെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് പെട്ട് നട്ടം തിരിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഒരു ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ആ ഒരു ചായ്വ് കാണിച്ചു എന്ന് വരാം. പിന്നെ ഇത് ഒരു ലോകാവസാനം എന്നുള്ള രീതിയിലൊന്നും കാണുന്നില്ല. ഇതൊക്കെ ഒരു കൾച്ചറൽ മ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് മാത്രമേ അദ്ദേഹം കാണുന്നുള്ളൂ. ഇങ്ങനെ ഒരു പോസിറ്റീവ് ചിന്താഗതിയോടെ ആ ഒരു ഡ്രഗ്സിനെ കുറിച്ചിട്ട് വിശദീകരിച്ച് തന്നപ്പോൾ ഒരു അമ്മ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ സാധാരണക്കാരി, ഈ സമൂഹത്തിൽ സമൂഹത്തിലുള്ള ഒരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ എനിക്കൊരല്പമെങ്കിലും ആശ്വാസമായി. കാരണം ഇത് നമുക്ക് റൂട്ട് കോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാറ്റിയെടുക്കാവുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ള ഒരു പോസിറ്റീവ് മെസ്സേജോടുകൂടി അദ്ദേഹം ആ ഭാഗം അങ്ങ് കൺക്ലൂഡ് ചെയ്തു. അപ്പം നമുക്കും ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ തൽക്കാലം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് പറഞ്ഞു, അത് നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. പക്ഷേ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതിന് ഒരു സമൂഹത്തിലെ സാധാരണക്കാരെന്നുള്ള നിലയിൽ, അല്ലാതെ നമുക്കിതിൽ വലിയ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പേഴ്സണലായിട്ട് നമ്മുടെ കുടുംബമുണ്ട്. അവിടെ നമുക്ക് എന്ത് തരത്തിലുള്ള റെക്ടിഫിക്കേഷൻസ് എല്ലാം ചെയ്യാൻ പറ്റും, ഈ പ്രശ്നങ്ങളെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും എന്നൊന്ന് ആലോചിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.